ശ്രീ സുരേഷ്, ശ്രീ ബിജുമോൻ, ഇന്ന് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്ന ഈ മണ്ഡലത്തിലെ സംഘാടകരെ, പ്രിയ സ്വയം സേവകരെ, അമ്മമാരെ, പ്രിയ മാധ്യമപ്രവർത്തകരെ, ഇന്ന് നവരാത്രിയുടെ 9ാം ദിവസം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഒരു ആഘോഷം നടക്കുന്നുണ്ട്. ആ ആഘോഷത്തിന്റെ പേര് കന്യാപൂജ എന്നാണ്. കഞ്ചൻ പൂജൻ എന്നും ഒക്കെ പറയാറുണ്ട്, കുമാരി പൂജ എന്ന് പറയാറുണ്ട്. ഈ പൂജയിൽ 9ഓളം പെൺകുട്ടികൾ അടുത്തുള്ളവരെ ക്ഷണിച്ച് വീട്ടില് പൂജാ മുറിയോ അല്ലെങ്കിൽ പൂജ നടത്തുന്ന സ്ഥലത്തിന്റെ മുമ്പിൽ അവരെ ഇരുത്തിയ ശേഷം അവരുടെ കാൽ കഴുകുന്നു. അതിനുശേഷം അവരെ വന്ദിക്കുന്നു. അവർക്ക് അതിനുശേഷം ഭക്ഷണം നൽകുന്നു. അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നു, ദക്ഷിണ നൽകുന്നു, പുതിയ വസ്ത്രങ്ങൾ നൽകുന്നു. ഇതാണ് ഈ ഒരു ആഘോഷം. ഇത് കുട്ടികൾക്ക്, ഈ ക്ഷണിക്കപ്പെടുന്ന കുട്ടികൾക്ക് ഇതൊരു ആഘോഷമാണ്. അതേസമയം ക്ഷണിക്കുന്ന ആ വീട്ടിലെ ആൾക്കാർക്ക് അതൊരു ആചാരമാണ്. അപ്പോൾ ഒരേ സമയം ഒരു ആഘോഷവും, കുട്ടികൾക്ക് ആഘോഷമാണ്, അവർക്ക് പുതിയ സമ്മാനങ്ങൾ കിട്ടും, നല്ല ഭക്ഷണം കിട്ടും, അവരെ കാലൊക്കെ കഴുകി അവരെ ബഹുമാനിച്ച് വന്ദിച്ച് അപ്പോൾ അവർക്ക് ഒരു സന്തോഷവും ആഹ്ലാദവും ഒക്കെ തോന്നുന്ന ഒരു ആഘോഷമാണ് അവർക്ക്. അതേസമയം വീട്ടിലെ ആൾക്കാർക്ക് അതൊരു ആചാരവുമാണ്. എന്താണ് ഈ ആചാരം? ഈ ആചാരം ഈ 9 ദിവസത്തെ നവരാത്രിയുടെ ഒരു ആഘോഷവും കൂടിയാണ്. 9 ദിവസവും ദേവി ഓരോ ഭാവത്തിലും ഓരോ രൂപത്തിലൊക്കെ നമ്മൾ കാണുന്നു. സ്കന്ദദേവി, കാത്യായനി, അങ്ങനെ പല 9ഓളം പേരുകളിൽ 9ഓളം നിറങ്ങളിലൊക്കെയാണ് ഈ നവരാത്രി ദിവസങ്ങളിൽ ഉള്ളത്. അപ്പോൾ ഈ 9 കുട്ടികളെ 9 ദേവിമാരായിട്ടാണ്, ദേവിയുടെ ഒരു ഭാവങ്ങളായിട്ടാണ് തന്നെ സങ്കല്പിക്കുന്നത്. അപ്പോൾ ഈ 9 കുട്ടികളും ഈ ദിവസം ദേവിമാരാണ്, ശക്തിയാണ്, ഗോഡസാണ്. അപ്പോൾ അവരുടെ കാല് കഴുകി അവരെ വന്ദിക്കുന്നു. ഈ കാല് കഴുകുന്നതും വന്ദിക്കുന്നതും ആ വീട്ടിലെ മുതിർന്ന പുരുഷനാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൺകുട്ടിയാകാം, അല്ലെങ്കിൽ വീട്ടിലെ ആരുമാകാം. ചില വീട്ടിൽ ആൺകുട്ടികൾ ഉണ്ടാകണമെന്നില്ല, അപ്പോൾ ആരുമാകാം. അപ്പോൾ ഈ ഒരു വന്ദനം, വർഷിപ്പ്, ആദരം പെൺകുട്ടികൾക്ക് ആ വീട്ടിലെ ആൺകുട്ടികൾ നൽകുമ്പോൾ, അത് എല്ലാ വർഷവും ഇത് നൽകുമ്പോൾ, ആ ആൺകുട്ടികൾ വളർന്നു വരുമ്പോൾ പെൺകുട്ടികളോടുള്ള ഒരു സമീപനം എന്തായിരിക്കും? തീർച്ചയായിട്ടും പെൺകുട്ടികളെ ബഹുമാനിക്കാനും, പെൺകുട്ടികളെ വന്ദിക്കാനും, പെൺകുട്ടികളെ ദേവിയായിട്ട് കാണാനും ആണ് തീർച്ചയായിട്ടും പഠിക്കുന്നതും പരിശീലിക്കുന്നതും. അപ്പൊ ഇത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആ സംസ്കാരത്തിലൂടെ ഒരു സാംസ്കാരിക ശക്തിയാണ് ആ വീട്ടിലുള്ളവർ നേടുന്നത്. അങ്ങനെ എല്ലാ വീട്ടിലും അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആ പ്രദേശത്തെ, ആ സമൂഹത്തിലെ ആൺകുട്ടികള്, അവിടെയുള്ള പെൺകുട്ടികളെ ദേവിയായിട്ട് കാണുന്നു, അവരെ വന്ദിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അത് ആ സമൂഹത്തിന്റെ സംസ്കാരമായിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാംസ്കാരിക ശക്തി ഇല്ലാത്തവർ തീർച്ചയായിട്ടും ബലഹീനരാണ്, അവർക്ക് വീക്ക്നെസ് ഉള്ളവർ നമ്മൾ പറയും. അപ്പോൾ നമ്മുടെ RSSന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സാംസ്കാരിക ശക്തിയുള്ള വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ സാംസ്കാരിക ശക്തിയുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ സമൂഹം കരുത്തുറ്റതാകും, സംസ്കാരമുള്ളതാകും, സംസ്കാര സമ്പന്നമാകും. അങ്ങനെയുള്ള സമൂഹം ഉള്ള ഒരു രാഷ്ട്രം നല്ല കരുത്തുള്ള ഒരു രാജ്യമാകും. അങ്ങനെ ഒരു ശ്രേഷ്ഠ
രാജ്യ നിർമ്മാണം അല്ലെ രാഷ്ട്ര നിർമ്മാണമാണ് RSSന്റെ ഉദ്ദേശ ലക്ഷ്യം വ്യക്തികളിൽ കൂടി. 1925 സെപ്റ്റംബർ 27 ഈ RSS ഡോക്ടർ ജിയും മറ്റ് വിദ്യാഭ്യാസമുള്ള വിവരമുള്ള കുറച്ച് ആൾക്കാർ നാഗ്പൂരിൽ സ്ഥാപിച്ചത്. അന്ന് വിജയദശമി സെപ്റ്റംബർ 27 ആയിരുന്നു. അപ്പോൾ ഈ ഒരു വിജയദശമി കാലഘട്ടത്തിൽ, ദസറയുടെ കാലഘട്ടത്തിലാണ് ഈ RSS രൂപം കൊണ്ടത്. എന്തുകൊണ്ടാണ് ഈ വിജയദശമി ദിവസം തിരഞ്ഞെടുത്തത്, അല്ലെ ദസറയുടെ ദിവസം തിരഞ്ഞെടുത്തത്? അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ദസറയുടെ ദിവസമാണ് നമ്മുടെ ദേവി മഹിഷാസുരന്റെ മേൽ വിജയം നേടിയത്. അതുപോലെ ഈ വിജയദശമി ദിവസമാണ് ശ്രീരാമൻ രാവണന്റെ മേൽ വിജയം നേടുന്നത്. അപ്പോൾ ഈ ദുർഗാദേവി മഹിഷാസുരന്റെ മേൽ വിജയം നേടുന്ന, ആധിപത്യം സ്ഥാപിക്കുന്ന ആ ഒരു സുദിനമാണ്, അതിനെ ആചരിക്കുന്ന ഒരു ദിവസമാണ് ഈ ദസറ ദിവസം. ദസറ ഏറ്റവും വലിയ ആഘോഷമായിട്ട് നടത്തുന്നത് വടക്കേ ഇന്ത്യയിലല്ല, നമ്മുടെ മൈസൂറാണ്. തെക്കേ ഇന്ത്യയിലെ മൈസൂറാണ് ഏറ്റവും ആഘോഷമായിട്ട് ദസറ നടത്തുന്നത്. വിജയദശമി എല്ലായിടത്തും നടത്തുന്നു. അപ്പോൾ ഈ ദുർഗ ശക്തിയുടെ രൂപങ്ങളാണ്, ആദിപരാശക്തിയുടെ ഒരു രൂപഭാവം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ശക്തിയെയാണ് നമ്മൾ ഈ ദിവസം ആഘോഷിക്കുന്നത്, ദസറയുടെ ദിവസം. അപ്പോൾ ഈ ദസറയുടെ ദിവസം ദേവി മഹിഷാസുരന്റെ മേൽ വിജയം നേടിയ ആ ശക്തിയെ ഉള്ള ദിവസം. അപ്പോൾ ഈ RSS സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശം വ്യക്തികൾ ശക്തി ആർജിക്കണമെന്നുള്ളതാണ്. അപ്പോൾ സാംസ്കാരിക ശക്തിയെ പറ്റി ഞാൻ പറഞ്ഞു. നമ്മുടെ സംസ്കാരത്തിൻ്റെ നല്ല മൂല്യങ്ങളൊക്കെ നേടുമ്പോൾ, അത് സ്വായത്തമാക്കുമ്പോൾ, അത് പരിശീലിക്കുമ്പോൾ, അതൊരു ഹാബിറ്റ് ആകുമ്പോൾ നമ്മൾ സാംസ്കാരിക ശക്തിയുള്ളവരാകുന്നു. പക്ഷെ സാംസ്കാരിക ശക്തി മാത്രം പോരാ, മറ്റു പല ശക്തികൾ കൂടിയാൽ മാത്രമേ നല്ലൊരു വ്യക്തിത്വമാവുള്ളൂ, പൂർണ്ണ വ്യക്തിത്വമാവത്തുള്ളൂ. ആധ്യാത്മിക ശക്തി വേണം, കായിക ശക്തി വേണം, ഭൗതിക ശക്തി വേണം, അതുപോലെ വൈകാരിക ശക്തി വേണം. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പറയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ശക്തിയും നമുക്ക് വേണം. അപ്പോൾ പലവിധ കാലോചിതമായിട്ടുള്ള പലവിധ ശക്തികൾ നമ്മൾ സ്വായത്തമാക്കിയാലേ, ആർജിച്ചാലേ നമ്മളൊരു പൂർണ്ണ വ്യക്തിത്വം കൈവരിക്കത്തുള്ളൂ. അപ്പോൾ ശക്തി ആർജിക്കാൻ നമ്മൾ ഓരോരുത്തരും, ഓരോ വ്യക്തിയും എന്നുള്ളതാണ് RSSന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം. അത് ഒരു ശക്തി മാത്രമല്ല, പല വിധത്തിലുള്ള വൈവിധ്യമുള്ള ശക്തികൾ നമ്മൾ ആർജിക്കുമ്പോൾ നമുക്ക് രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളിയാകാൻ പറ്റും, കരുത്തുറ്റ രാഷ്ട്രം നിർമ്മിക്കാൻ പറ്റും, കരുത്തുറ്റുള്ള ഒരു സമൂഹം നിർമ്മിക്കാൻ നമുക്ക് പറ്റും. അത് ഭൗതിക ശക്തി തീർച്ചയായിട്ടും വേണം, അതുപോലെ കായിക ശക്തി വേണം, ആത്മീയ ശക്തി വേണം, വൈകാരിക ശക്തി വേണം, സാമൂഹിക ശക്തി വേണം. അങ്ങനെ പലവിധ ശക്തികൾ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശക്തിയും AI ശക്തിയും വേണം, സോഷ്യൽ മീഡിയ ശക്തി വേണ്ടി വന്നേക്കാം. അങ്ങനെ പലവിധ ശക്തികൾ. ശക്തി എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ചെയ്യാനുള്ള ആ ഒരു ഫോഴ്സ്, കപ്പാസിറ്റി, കാര്യശേഷി, ഇതെല്ലാം കൂടെ കൂടിയ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ദിവസം തിരഞ്ഞെടുത്തതിന്റെ ഒരു കാര്യം ഈ ശക്തി ആർജിക്കുക വ്യക്തികൾ എന്നുള്ള ഒരു കാര്യമുണ്ട്. രണ്ടാമത്, രാവണന്റെ മേലാധിപത്യം അല്ലെങ്കിൽ നേടിയ ഒരു ദിവസം. ആ ദിവസം പ്രത്യേകത, ശ്രീരാമൻ തന്നെയല്ല, ശ്രീരാമന് ശക്തിയുണ്ട്, പക്ഷെ തന്നെയല്ല ആ നേട്ടം കൈവരിച്ചത്. പകരം കുറേയധികം ശക്തികളെ ഏകോപിപ്പിച്ചിട്ടാണ്. പലവിധ ശക്തികൾ, അത് ഇവൻ ശത്രുപക്ഷത്തു നിന്നുള്ള, രാവണന്റെ പക്ഷത്തു നിന്നുള്ള ആളുകളെ വരെ ഈ പക്ഷത്തേക്ക് കൊണ്ടുവന്ന് അങ്ങനെയാണ് രാവണനുമായിട്ടുള്ള ആ ഒരു ബലപരീക്ഷണത്തിലല്ല യുദ്ധത്തിൽ ശ്രീരാമൻ വിജയിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിൽ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരുടെയും ഒരു ഏകോപനം ആവശ്യമാണ്. അതും ഈ RSSന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യമാണ്. RSSന് മതമില്ല, RSSന് ജാതിയില്ല, RSSന് ഭാഷയില്ല, RSSന് പ്രാദേശികതയില്ല. RSS എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരുടെയും ശക്തി ആഗ്രഹിക്കുന്ന, എല്ലാവർക്കും ശക്തി വേണമെന്നും അതിനുള്ള അവരെ പ്രാപ്തരാക്കാൻ വേണ്ടിയുള്ള പരിശീലനവും മറ്റു കാര്യങ്ങളും നൽകുന്ന ഒരു സംഘടനയാണ് RSS.
അപ്പോൾ വിജയദശമിയുടെ ദിവസം ഈ ഏകോപനത്തിന്റെയും എല്ലാവരുടെയുമായിട്ടുള്ള ഒരു ഐക്യത്തിന്റെയും, അങ്ങനെ ഐക്യത്തിലൂടെ പക്ഷേ വൈവിധ്യമുള്ള ആളുകളുടെയും വൈവിധ്യമുള്ള വിശ്വാസമുള്ളവരുടെയും വൈവിധ്യമായ ആചാരങ്ങളുള്ളവരുടെയും ഒക്കെ ഒരു ഏകോപനത്തിലൂടെ രാഷ്ട്ര നിർമ്മാണം നടത്തുക എന്നുള്ളതാണ് RSSന്റെ ഉദ്ദേശ ലക്ഷ്യം. ഇനി അടുത്ത ഒരു കാര്യം, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ, അതുപോലെ അതിനു മുമ്പ് മുഗളന്മാരുടെ മേൽക്കോയ്മ, അങ്ങനെയുള്ള ഒരു വളരെ ബലഹീനമായ ഒരു കാലഘട്ടമായിരുന്നു 1925. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞു. അതിനുശേഷം ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് 1919 മുതൽ 2024 വരെ, 2024 കഴിഞ്ഞു. അപ്പം അതും കഴിഞ്ഞു. അപ്പോൾ തുർക്കിയിലുള്ള ഒരു കാലിഫായിട്ട് എന്നുള്ള ഒരു കാര്യമൊക്കെ ആയിരുന്നു ഖിലാഫത്ത് മൂവ്മെന്റ്. 2024 കഴിഞ്ഞു. അതിനുശേഷമുള്ള 2025 ഈ RSS സ്ഥാപിതമാകുന്നത്. അപ്പോൾ വളരെ ബലഹീനമായ ഒരു സമയമായിരുന്നു നമ്മുടെ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവരെ ഒരു സോഷ്യൽ അവേക്കനിങ് അത് നടത്തുക എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യവും RSSനുണ്ടായിരുന്നു. ഇനി അടുത്ത ഒരു ഉദ്ദേശ ലക്ഷ്യം, ഈ വിജയദശമി, ദസറ എന്നൊക്കെ പറയുന്ന ഒരു ആഘോഷത്തിൽ സാധാരണക്കാര് ആഘോഷിക്കുമ്പോൾ അതില് വിജയം, സ്വാതന്ത്ര്യം, ഈ ദേശീയത എന്നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും വിജയത്തിന്റെ ഒരു ആഘോഷമാണ്. അപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് മേൽക്കോയ്മയിൽ കഴിയുകയാണ്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം വേണം, നമുക്ക് വിജയം വേണം, നമുക്ക് ദേശീയത വേണം എന്നൊക്കെയുള്ള ഒരു ആശയം ഈ സ്ഥാപിക്കുന്ന സമയത്ത് RSSനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വിജയദശമി ദിവസം തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ RSS സ്ഥാപിച്ചതിന്റെ ഉദ്ദേശം ധർമ്മത്തിന് വിജയമുണ്ടാകുക, ഒരു ശ്രേഷ്ഠ രാഷ്ട്രം കെട്ടിപ്പടുക്കുക, അതിന് മേന്മയുള്ള, നന്മയുള്ള, അതുപോലെ ശക്തിയുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ടാവണം, അങ്ങനെ ശക്തിയുള്ള കരുത്തുറ്റ സമൂഹം ഉണ്ടാകണം, നന്മയുള്ള സമൂഹം ഉണ്ടാകണം, അങ്ങനെയായാലും നന്മയുള്ള ശ്രേഷ്ഠതയുള്ള ഒരു രാഷ്ട്രം ഉണ്ടാകുകയുള്ളൂ. ഇതൊക്കെയായിരുന്നു ഈ RSSന്റെ ഉദ്ദേശ ലക്ഷ്യം. ഇപ്പോഴും അത് തന്നെ. ഈ ധർമ്മത്തിന്റെ ഒരു വിജയം, അതുപോലെ നമ്മൾ ഓരോരുത്തരും നന്മയുള്ളവരായിരിക്കുക, ധർമ്മം മാത്രം പാലിക്കുക, സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുക, ഇത് മാത്രം മതിയോ? തീർച്ചയായിട്ടും സ്വയം സേവകരിൽ നിന്ന് സംഘം ആഗ്രഹിക്കുന്നത് ഈ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കണം, തീർച്ചയായിട്ടും ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കണം, അതുപോലെ ശക്തിയുള്ളവരാകണം. പക്ഷെ അത് മാത്രം പോരാ. തിന്മയെ, അധർമ്മത്തെ നമ്മൾ എതിർക്കണം, അതിനെ ചെറുത്ത് തോൽപ്പിക്കണം. അതുപോലെ തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കണം, അത് നമ്മൾ വെച്ചുപൊറിപ്പിക്കാൻ പാടില്ല. അതുപോലെ ബലഹീനതകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ബലഹീനതകൾ പരിഹരിക്കാനും സ്വയം സേവകർ ശ്രമിക്കേണ്ടതാണ്. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും ബലഹീനത കണ്ടു, അത് സമൂഹത്തിലെ ഒരു ബലഹീനതയാകാം, അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ബലഹീനതയാകാം, അതുപോലെ ചില അധർമ്മങ്ങൾ നമ്മൾ കാണുന്നു, ചില തെറ്റുകൾ നമ്മൾ കാണുന്നു, അത് തീർച്ചയായിട്ടും അതിനെതിരെ കണ്ണടയ്ക്കുകയല്ല ചെയ്യേണ്ടത്, നിശബ്ദത പാലിക്കുകയല്ല ചെയ്യേണ്ടത്. പകരം അത് ചൂണ്ടിക്കാണിക്കുകയും അത് പരിഹരിക്കാൻ വേണ്ടി ഉള്ള നടപടികൾ എടുക്കുകയും ചെയ്യണം. തീർച്ചയായിട്ടും RSSനെ എതിർക്കുന്നവർ കുറേയധികമുണ്ട്, നമ്മുടെ കേരളത്തിൽ കൂടുതലുണ്ട്. അതിന്റെ കാരണം നമ്മൾ സ്വയം സേവകര് അധർമ്മം കണ്ടാൽ മിണ്ടാതിരിക്കില്ല, അതുപോലെ തെറ്റ് കണ്ടാൽ മിണ്ടാതിരിക്കില്ല, അതുപോലെ ബലഹീനതകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എതിർപ്പുണ്ടാവട്ടെ. പക്ഷേ സ്വയം സേവകരുടെ ഒരു കടമയാണ്, കർത്തവ്യമാണ്. വെറുതെ നമ്മൾ ശരിയുടെ പക്ഷത്ത് നിന്നാൽ പോരാ, നമ്മൾ നന്മയുള്ളവരാണ്, മേന്മയുള്ളവരാണ് എന്നും പറഞ്ഞ് വെറുതെ നടന്നാൽ പോരാ. അതേസമയം കാണുന്ന തിന്മകളെയും അധർമ്മങ്ങളെയും തെറ്റുകളെയും ഒക്കെ ചൂണ്ടിക്കാണിക്കുകയും അതിനെ എതിർക്കുകയും അതിനെ തോൽപ്പിക്കുകയും ചെയ്യണം. അതാണ് വിജയദശമിയുടെ സന്ദേശം. അതാണ് അതുപോലെ ദസറയുടെ സന്ദേശം. അധർമ്മത്തെ തോൽപ്പിക്കുക, ദി വിക്ടറി ഓഫ് ഗുഡ് ഓവർ ഈവിൾ. ആ വിജയമാണ് നമ്മുടെ ലക്ഷ്യം. ഇനി നമ്മുടെ സമൂഹത്തിൽ ഇന്ന് എന്തൊക്കെ തിന്മകൾ നമ്മൾ കാണുന്നുണ്ട്, എന്തൊക്കെ അധർമ്മങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഓരോ ദിവസവും പത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാം, നമ്മളുടെ വിദ്യാഭ്യാസ മേഖല കോപ്പിയടി കൊണ്ട്
വിജയിക്കുന്ന ആളുകൾ, കോപ്പിയടി പിടിക്കുന്ന അധ്യാപകരെ പീഡിപ്പിക്കുന്ന ഒരു സമൂഹം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ബൗദ്ധികമായിട്ട് ശക്തിയുള്ളവരാവില്ല. ബൗദ്ധികമായിട്ട് ബലഹീനരായ വ്യക്തികളാണ് ഈ കോപ്പിയടിച്ച് ജയിക്കുന്നവരും അതുപോലെ പിൻവാതിൽ നിയമനം നേടി ഏതെങ്കിലും ജോലികൾ ചെയ്യുന്നവരുമൊക്കെ. അപ്പോൾ അങ്ങനെ ബലഹീനരായവർ ഉള്ള ഒരു സമൂഹമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ബൗദ്ധികമായി ശക്തിയുള്ള കരുത്തുള്ള ആളുകളാണ്. അതുപോലെ ആരോഗ്യ മേഖല നോക്കിക്കഴിഞ്ഞാൽ വിഷമുള്ള ഭക്ഷണം നൽകുന്ന കുറേയധികം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. വിഷമുള്ള ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ കായികമായിട്ട് നമുക്ക് ശക്തി ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നമ്മൾ കായികമായിട്ട് ബലഹീനരായി തീരും. അപ്പോൾ വിഷമുള്ള ഭക്ഷണം നൽകുന്നവര് തീർച്ചയായിട്ടും അവർ അധർമ്മം ചെയ്യുകയാണ്, അവർ തെറ്റു ചെയ്യുകയാണ്. അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, അത് അങ്ങനെ ആകാതിരിക്കാൻ, അതിന് അവസാനം വരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുക എന്നുള്ളത് ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന, സമൂഹത്തെ സ്നേഹിക്കുന്ന ശക്തിയുള്ള ഏത് പൗരന്റെയും കടമയാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ 51A ആർട്ടിക്കിൾ 51A ആയിട്ട് പൗരധർമ്മങ്ങളെ പറ്റി പറയുന്നുണ്ട്. 11 പൗരധർമ്മങ്ങൾ 1976 ഭരണഘടനാ ഭേദഗതി, അടിയന്തരാവസ്ഥ കാലത്തുള്ള ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് ഈ 51 പൗരധർമ്മങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമാകുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ ഒരു പൗരന്റെ ധർമ്മമാണ് ആ പൗരധർമ്മങ്ങൾ ഈ ഭരണഘടനയിലുള്ളത് പാലിക്കുക എന്നുള്ളത്. അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊതുസ്വത്ത് നശിപ്പിക്കാതിരിക്കുക, അതുപോലെ നമ്മളുടെ മറ്റു കാര്യങ്ങളൊക്കെ 11ഓളം കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നമ്മളുടെ സമൂഹത്തില് മനുഷ്യരെ ബലഹീനരാക്കുന്ന, ശക്തി ക്ഷയിപ്പിക്കുന്ന ഒരു കാര്യമാണ് ലഹരി, മദ്യപാനം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത് ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. അത് ലഹരി ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ഒരു ശക്തി ആർജിക്കില്ല, അവര് ബലഹീനരാകത്തേ ഉള്ളൂ. അങ്ങനെ ബലഹീനരായവരുടെ ഒരു സമൂഹമല്ല നമുക്കിവിടെ വേണ്ടത്, ശക്തിയുള്ളവരുടെ സമൂഹമാണ് വേണ്ടത്. അങ്ങനെ മറ്റ് അഴിമതി കാണിക്കുമ്പോൾ ഒരു നാട് മൊത്തം ക്ഷയിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആശുപത്രിയിൽ ഉപകരണം വാങ്ങേണ്ട പൈസ, അല്ലെങ്കിൽ റോഡിലെ കുഴി അടയ്ക്കേണ്ട പൈസ, അല്ലെങ്കിൽ ഒരു ആശുപത്രിക്ക് പുതിയ നല്ലൊരു കെട്ടിടം പണിയേണ്ട പൈസ, ആ പൈസ ആരുടെങ്കിലും പോക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട് ക്ഷയിക്കുകയാണ്, നാട് ശക്തി പ്രാപിക്കുകയല്ല. അപ്പോൾ അഴിമതിയെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചെറുക്കണം. അത് ചെറുത്ത് തോൽപ്പിക്കേണ്ടത് നമ്മുടെ നാട് ശക്തി പ്രാപിക്കാൻ വേണ്ടി അത്യാവശ്യമുള്ള കാര്യമാണ്. രാഷ്ട്ര നിർമ്മാണം, നമ്മുടെ രാഷ്ട്രം ശ്രേഷ്ഠമാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ദുഷിപ്പുകള്, അധർമ്മങ്ങള്, തെറ്റുകള്, ഫ്രോഡുകള്, ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല അതിനെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം, കടമ നമുക്കെല്ലാവർക്കുമുണ്ട്. അതൊരു പൗരധർമ്മം കൂടിയാണ്, ഭരണഘടനയെ പറഞ്ഞിരിക്കുന്ന കാര്യവും കൂടിയാണ്. സ്വയം സേവകരുടെ ഒരു കടമയാണ് തീർച്ചയായിട്ടും, പക്ഷെ എല്ലാ പൗരന്മാരുടെയും കടമയാണ്. അപ്പോൾ ഈ 100 വർഷം തേയ്ക്കുന്ന നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ ഈ കഴിഞ്ഞ 100 വർഷമായിട്ട് സ്വയം NSS, RSS വളരെയധികം കരുത്തറിയിച്ചു. ഇന്ത്യയിൽ ഏകദേശം 12,000-ഓളം സ്കൂളുകൾ RSS നടത്തുന്നുണ്ട്. 2.5 കോടിയിലധികം കുട്ടികൾ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ശക്തി, സ്വയം സേവകരുടെ ശക്തി നമ്മുടെ രാഷ്ട്രത്തിന് സേവനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. നമ്മുടെ അധർമ്മങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുക, അതൊരു കാര്യം. അതിലൂടെ തന്നെ സേവനം ചെയ്യുക എന്നുള്ളതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലും ആതുരശുശ്രൂഷ മേഖലകളിലും മറ്റ് എവിടെയൊക്കെയാണോ സഹായം ആവശ്യമുള്ളത്, സേവനം ആവശ്യമുള്ളത്, നമ്മളുടെ ശക്തി അതിനും ഉപയോഗിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓൾഡ് ഏജ് ഹോംസ് കുറെ നടത്തുന്നുണ്ട്. മറ്റ് ആരോഗ്യ മേഖലയിൽ, ഹെൽത്ത് മേഖലയിലും ഒക്കെ RSS കുറേയധികം സേവനം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ 100-ാം വർഷത്തില് നമുക്ക് കൂടുതൽ ശക്തി ആർജിക്കണം. അതുപോലെ നമ്മുടെ സമൂഹത്തെ കൂടുതൽ കരുത്തുറ്റതാക്കണം. ബലഹീനമാകാൻ സമ്മതിക്കരുത് നമ്മുടെ സമൂഹത്തെ. അതുപോലെ നമ്മുടെ രാഷ്ട്രം കൂടുതൽ കരുത്താർജിക്കാനും അതിന് കൂടുതൽ ശ്രേഷ്ഠമാകാനും വേണ്ടി കൂടുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള ശക്തിയും കരുത്തും നമുക്കേവർക്കും ഉണ്ടാകട്ടെ. ജയ് ഹിന്ദ്, വന്ദേ ഭാരത്. വ്യക്തിഗീതം.
आदरं त्वां नमामो वयम् तुदीयाय कार्याय बद्धाकटीयम् तुदीयाय कार्याय बद्धाकटीयम् शुभामाशिषं देहि तत्पूर्तये शुभामाशिषं देहि तत्पूर्तये जय्याञ्च विश्वस्य देहि सशक्तिम् जय्याञ्च विश्वस्य देहि सशक्तिम् सुशीलं जगध्येन नम्रं भवेत् सुशीलं जगध्येन नम्रं भवेत् सुतं चैव यत्कण्डकाकीर्णमार्गम् सुतं चैव यत्कण्डकाकीर्णमार्गम् स्वयं स्वीकृतन्न सुखं कारय स्वयं स्वीकृतन्न सुखं कारयेत् समुत्कर्ष निःश्रेयसस्यैघमुग्रम् समुत्कर्षनिःश्रेयसस्यैकमुग्रम् परं साधनं नाम वीरव्रतम् परं साधनं नाम वीरव्रतम् दन्धस्फुरत्वक्षयादेनुष्टा गन्धस्फुरत्वक्षयाध्येनिष्ठा दन्धप्रजागर्तु तीव्रानिशम् गन्धः प्रजागर्तु तीव्रानिशम् विचैत्री जनसंहदाकारिशक्तिर् चैत्रीचन संहदाकारिशक्तिर् हितायास्य धर्मस्य संरक्षणम् धायास्य धर्मस्य संरक्षणम् परं वैभवन्नेतुमेतस्वराष्ट्रम् परं वैभवन्नेतु मे तत्स्वराष्ट्रम् समर्था भवत्वा शिशाते वृषम् समर्था भवत्वा शिशाते वृषम्। भारत माता की जय। भारत माता की जय। ध्वज प्रणाम। 1 2 3 रमा गणा तक्ष उपा विषय शारीरिक प्रदर्शन व्यायाम योग सौदा योग യോഗ കുറവ് പറഞ്ഞാൽ 4 യോഗങ്ങളും ചെയ്യാം. യോഗ കുറവ് योगासനം गण उत्तिष्ठ समस्थिति ताड़ासन
അർത്ഥകടി ചക്രാസൻ. ത്രികോണാസൻ. ഉപ്പ വിഷ്. ഗണഗീതം. സ്വാഗതം. ഉത്തിഷ്ഠ. ഗണഗീതം. അമരമാകണമെന്റെ രാഷ്ട്രം, വിശ്വവിശ്രുതി നേടണം. നിഖില വൈഭവ പൂർണ്ണമാവണമെവിടെയും ജനജീവിതം. അരുതനീതികളാർത്തരറിയരുതമ്പ ദുഃഖമൊരൽപ്പവും. വിശ്വശാന്തി വളർത്തുവാന ശക്തിശാലിനിയാകണം. ശ്രീ സരസ്വതി തന്നുപാസന ധർമ്മമാക്കിയ ഭൂമിയിൽ അജ്ഞതാതിമിരം പടർന്നു കിടപ്പതെന്തു വിപര്യം. അർത്ഥതൃഷ്ണ ശമിപ്പതിന്നുലകുറ്റു നോക്കിയ സ്വർണഭൂ പിച്ചതെണ്ടുവതെന്തു ദുസ്സഹമീ അധോഗതി മാറണം. കർമ്മമേ പുരുഷാർത്ഥമാക്കിയ സിംഹവിക്രമശാലികൾ. കർമ്മയോഗികൾ കർമ്മധീര മഹാപരിശ്രമശാലികൾ.
ചോര കൊണ്ടു വിയർപ്പു കൊണ്ടു സമൃദ്ധമാക്കിയ ഭൂമിയിൽ എന്തു ജാഢ്യമിതെന്തു നിഷ്ക്രിയ ഭാവമേ സ്ഥിതി മാറണം. സ്വാർത്ഥഭാവന എന്തുകൊണ്ടി യജ്ഞഭൂവിലുയർന്നിടാൻ ഇവിടെയല്ലി പിറന്നു പണ്ടേ ത്യാഗശീലര കിഞ്ചനർ. ആത്മബലി ചെയ്യുമ്പോഴും ഞാനെന്ന മത്സരബുദ്ധികൾ വീണ്ടും ഉൾക്കട രാഷ്ട്രസേവ ഭവ്യഭാവന വളരണം. അമരമാകണമെന്റെ രാഷ്ട്രം വിശ്വവിശ്രുതി നേടണം. നിഖില വൈഭവ പൂർണ്ണമാവണം എവിടെയും ജനജീവിതം. സ്വാഗതം. मंडल कार्यवाह KB बिनू. सावधान, कणा, रक्षा, उपा विषय. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള കുമാരപുരം മണ്ഡലത്തിന്റെ വിജയദശമി മഹോത്സവത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. 1925 വിജയദശമി ദിനത്തിൽ പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് 100 വർഷം പിന്നിടുമ്പോൾ സംഘത്തിന്റെ പ്രവർത്തനം ഭാരതത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും വിവിധ മേഖലകളിലും സർവ്വവ്യാപിയായി സംഘം മുന്നോട്ടു പോകുന്നു. അതേപോലെ ഭാരതത്തിന് പുറത്ത് 52ഓളം രാജ്യങ്ങളിലും സംഘപ്രവർത്തനം എത്തിയിരിക്കുന്നു. വ്യക്തി നിർമ്മാണം എന്ന ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് അവിരുദ്ധമായി സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ അവസരത്തിൽ വിജയദശമി മഹോത്സവത്തിന് കുമാരപുരം മണ്ഡലത്തിന്റെ ഈ നടത്തിപ്പിനും ഈ ഗ്രൗണ്ട് നമുക്ക് അനുവദിച്ചു തന്ന ഈ ഉടമയ്ക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള സാധ്യതകളും അതിന്റെ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കുന്ന പോലീസ് സംവിധാനത്തിനും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അതേപോലെ മീഡിയയുടെ പ്രവർത്തകർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. സംഘത്തിന്റെ ഈ ഉത്സവത്തിലെ വിജയദശമി പരിപാടിയുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ഡോക്ടർ ജേക്കബ് തോമസ് സാർ അവർക്ക് മുൻ റിട്ടയർഡ് DGP, അദ്ദേഹത്തിന്റെ സ്വദേശം കോട്ടയം ജില്ലയിലെ തീക്കോയ് എന്ന സ്ഥലമാണ്. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം 1985 IPS പൂർത്തീകരിച്ചു. തുടർന്ന് തൊടുപുഴ ASP ആയി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ, വിജിലൻസ് ഡയറക്ടർ, ഫയർഫോഴ്സ് ഡയറക്ടർ, ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സീനിയർ അഡ്വൈസർ, സിവിൽ കോർപ്പറേഷൻ ചെയർമാൻ, വനിതാ കമ്മീഷൻ ഡയറക്ടർ എന്നീ പദവികളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 2020 മെയ് ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസിന്റെ CMD ആയി വിരമിച്ചു. അഗ്രോണിയിൽ ഇന്ത്യൻ കാർഷിക ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ആദ്യ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന വിഷയത്തിൽ IIM-ൽ നിന്നും ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും യോഗ ആൻഡ് മെഡിറ്റേഷൻ സർട്ടിഫിക്കേഷനും കഴിഞ്ഞു. സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, എൻവയോൺമെന്റൽ മാനേജ്മെന്റ്, രാജാവ് നഗ്നനാണ് തുടങ്ങിയ 15ഓളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വിജയദശമി സാംഘികിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ വിജയദശമി പരിപാടിക്ക് അതിന്റെ സന്ദേശം നൽകുവാനായി എത്തിയിരിക്കുന്ന സംഘത്തിന്റെ കാര്യകർത്താവ് CC സുരേഷ് മൂവാറ്റുപുഴ ജില്ലാ പ്രചാരക് എന്ന ചുമതല വഹിക്കുന്നു. കൊല്ലം മഹാനഗരത്തിലെ പട്ടത്താനം ശാഖ സ്വയംസേവകനാണ്. വിശ്വവിഭാഗിലെ വിവിധ ചുമതലകൾ വഹിച്ചിരുന്നു. കഴിഞ്ഞ 2 വർഷമായി പ്രചാരകാണ്. അദ്ദേഹത്തെയും ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംഘത്തിന്റെ എറണാകുളം വിഭാഗ് കാര്യവാഹ് KC ബിജുമോൻ, അദ്ദേഹം മൂവാറ്റുപുഴ ജില്ലയിലെ
കുന്നത്നാട് ഗണ്ട് കോലഞ്ചേരി മണ്ഡലത്തിലെ 10 മൈൽ ശാഖ സ്വയംസേവകാണ്. മറ്റൊരു ജില്ലാ കാര്യകർത്താവ് ജിത്തു കൃഷ്ണൻ ബാബു, മൂവാറ്റുപുഴ സംഘ ജില്ലയുടെ സഹ ശാരീരിക് ശിക്ഷൺ പ്രമുഖ എന്ന ചുമതല വഹിക്കുന്നു. കുന്നത്നാട് താലൂക്കിൽ മഴുവന്നൂർ മണ്ഡലത്തിലെ വലമ്പൂർ ശാഖ സ്വയംസേവകാണ്. അതേപോലെ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ സംഘബന്ധുക്കൾക്കും അമ്മ അനുഭാവികൾക്കും ഈ ഒരു അവസരത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. വചനം അമൃതവചനം. പരംപൂജിനെ കുറിച്ച് പറഞ്ഞു. അധർമ്മത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഈശ്വരാവതാരം ഒരിക്കൽ കൂടി സംഘരൂപത്തിൽ അവതരിച്ചിരിക്കുന്നു. ഈശ്വരൻ ചിലപ്പോൾ സംഘടന രൂപത്തിൽ അനുഭവിക്കും. ഇതാണ് എൻ്റെ അടിയുറച്ച വിശ്വാസം. ഇത് കലിയുഗമാണ്. ഈ യുഗത്തിൽ സംഘടനയ്ക്കാണ് ശക്തി. അതിനാൽ ശക്തി സ്വരൂപനായ ഭഗവാൻ സംഘരൂപത്തിൽ അവതരിച്ചിരിക്കുന്നു. അധ്യക്ഷ ഭാഷണത്തിനായി ബഹുമാന്യ ഡോക്ടർ ജേക്കബ് തോമസ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.